എൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇന്ന് തലേ ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ അതിന് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊന്ന് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന്. സോ ഇന്ന് ഞാനിപ്പോൾ ഒരു സിമ്പിൾ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. നാളെയാണ് കല്യാണവും റിസപ്ഷനും ഒക്കെ. അപ്പോൾ ലെറ്റ്സ് ഗോ. ഹായ് എവ്രി വൺ. സോ ഞങ്ങളിപ്പോൾ ആക്ച്വലി പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നെയാ. അവിടെ ഞങ്ങൾ പോയി പെട്ടെന്ന് കഴിഞ്ഞ് ഇറ്റ് വാസ് ഓൾ വെരി ക്വിക്ക്. അപ്പം ഞങ്ങൾ എടുക്കാൻ പിന്നെ തലേ ദിവസം പരിപാടിയല്ലേ, നാളെയാണ് കല്യാണം. സോ നാളെ ഞാൻ എന്തായാലും ഐ ട്രൈ ടു ഷൂട്ട്. പിന്നെ എന്താ പറയുക, അതൊക്കെ തന്നെ ഫുൾ ലൈറ്റ്സ് ഇട്ട് എങ്ങനെയാണ് ഓണം പ്രമാണിച്ച്. ഇതാണ് നമ്മുടെ ഞാലിപ്പറമ്പ്, നമ്മുടെ ഹോം. ഹായ് ഗൈസ്, ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ്. ഇതിന് ആക്ച്വലി 600 rupees ഉള്ളൂ. എൻ്റെ മമ്മി എനിക്ക് തന്നതാണ്. സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഓക്കേ, സേ ഹായ്. എല്ലാരും ചോദിക്കുക എന്താ സംസാരിക്കാതെ, എന്താ സംസാരിക്കാത്ത. ഹീസ് ഷൈ. ഹീസ് ദ വൺ എന്നോട് വീഡിയോ ഇടാൻ തുടങ്ങാൻ പറഞ്ഞത്. ബട്ട് ഹീസ് ഷൈ. പക്ഷേ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഹലോ എവ്രി വൺ. സോ ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്, അതായത് കല്യാണ ദിവസം. നമ്മൾ ലേറ്റ് ആണ് ബിക്കോസ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. സോ ഞാനിപ്പോൾ സാരി എടുത്തു. ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഹോള്. അവിടെ നിന്ന് ബാക്കി റെഡി ആയിട്ട് വിൽ ഗോ ഫോർ ദ ഫങ്ഷൻ. സോ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ റെഡിയായി കല്യാണ പരിപാടിയിലെത്തി. I did my makeup. I am wearing sari. ഇതെന്റെ കല്യാണ സാരിയാണ്. Hi everyone. I hope you guys can hear me. നമ്മുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറേ നേരം വൈകിയായിരിക്കും. 1.5 hours നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. Finally we got our place and we are going to have Satya. Look at this. ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളിപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലെത്തി. ഭയങ്കര ടയർഡാണ്, കാരണം ഒടുക്കത്തെ വെയിലായിരുന്നു പുറത്ത്. നേരത്തെ കഴിച്ചു. അപ്പോൾ ഇനി ആക്ച്വലി റിസപ്ഷൻ ഉണ്ട്, അതിന് പോകണം റെഡി ആയിട്ട്. ഇപ്പോഴല്ല, കുറച്ച് സമയമാണ്. ഞാൻ വെച്ചു അപ്പോഴേക്കും നല്ലോണം റെസ്റ്റ് ഒക്കെ എടുക്കാൻ പറഞ്ഞു. ഭയങ്കര ടയർഡായി. പ്രോഗ്രാമായിരുന്നു, സദ്യയൊക്കെ കഴിച്ചു. സോ ഇനി നമുക്ക് റിസപ്ഷൻ കാണാം. ഓക്കെ, ഞാൻ ഇത് കഴിക്കട്ടെ. മതിയായി സാരി എടുത്തിട്ട്. ഹായ് ഗായ്സ്. സോ ഇപ്പം നമ്മൾ രാത്രിയായി. സോ റിസപ്ഷൻ ആണ്. സോ ഐ ആം വെയറിങ് എ ലെഹങ്ക ആൻഡ് വി ഹാവ് ടു ഗോ. വി ആർ ലേറ്റ് അഗൈൻ. സോ നമുക്ക് പോവാം. നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സസൊക്കെ എവിടെയാണെന്ന് സംശയം ഉണ്ടെങ്കിൽ, ഇന്ന് ഞാൻ വെയർ ചെയ്ത സാരി ആൻഡ് ദിസ് ലെഹങ്ക ഇസ് ഫ്രം ഷീമാട്ടി കൊച്ചി. ആൻഡ് ഇത് രണ്ടും ഞാൻ എൻ്റെ കല്യാണത്തിന് കൊടുത്തതാണ്. സോ ഞാൻ ഇന്ന് അത് തന്നെയാണ് റീപർപ്പസ് ചെയ്തത്. പിന്നെ യെസ്റ്റർഡേ കൊടുത്തത് മാത്രം ഐ ഡോണ്ട് നോ എവിടെ നിന്നാണ്. ഇതെല്ലാം ഞാൻ ഷീമാട്ടി മേടിച്ചത്. ആൻഡ് ദിസ് വാസ് ഐ തിങ്ക് അറൗണ്ട് 10,000, ബട്ട് ഇറ്റ്സ് സോ വർത്ത് ഇറ്റ്.
അപ്പോൾ അതേ വന്ന വഴി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫോണിൽ അവിടെ പ്രോഗ്രാംസ് അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു. നമ്മളിപ്പോൾ അങ്ങോട്ട് ഞാൻ പോലുള്ള ബിക്കോസ് ഐ എം ഡ്രസ്ഡ് ലൈക്ക് ഓവർ ഡ്രസ്ഡ്. സോ ഇവിടെ നിന്ന് കാണിയാം. ആക്ച്വലി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ അവിടുത്തെ ഒന്നും അധികം ഷൂട്ട് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ടോൾഡ് യു എൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു ആൻഡ് ഹി വാസ് നോട്ട് വെൽ, അവന് വയ്യായിരുന്നു. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് നമുക്കൊരു വിഷമം ഉണ്ടാവല്ലോ, ലൈക്ക് ഒന്നാമത് കല്യാണം വയ്യ. അപ്പോൾ ഞാൻ അതാ ഷൂട്ട് ചെയ്യാഞ്ഞത്. പിന്നെ ഞാൻ സ്റ്റേജിലും കയറില്ല ഫോട്ടോ ഒന്നും എടുക്കാൻ. ഒന്നാമത് വയ്യ, പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കൂടെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതാ ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ചു പോന്നു. പോകുന്ന സമയത്ത് പൂവിലൂടെ കണ്ട് എൻ്റെ മമ്മി അച്ഛനും ആക്ച്വലി അവിടെ ഉണ്ട്. അവർ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൂവിലൂടെ അങ്ങോട്ട് പോയി. സോ ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലെത്തി, വേർത്തു കുളിച്ച്. അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു തരാം. കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ആരുടെ കല്യാണമാണെന്നോ? ഈ അടുത്തൊന്നും ഇനി കല്യാണങ്ങളില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് ആക്ച്വലി ഡ്രസ്സപ്പൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ടയേർഡാവും അതാ. പിന്നെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി മുഖമൊക്കെ കഴുകി അപ്പോഴാണ് ആക്ച്വലി സമാധാനമാവുന്നത്. പിന്നെ ഹാപ്പിനെസ്സാണ് മാരേജൊക്കെ. നമുക്ക് പറ്റുമ്പോൾ അറ്റൻഡ് ചെയ്യണം, കാരണം എല്ലാവരും കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മര്യാദക്ക് ആരോട് പോലും ലൈക്ക് ത്രൂ ഫോൺ പോലും ഉണ്ടാവില്ല. അപ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു പഴയ ഓർമ്മകളൊക്കെ എന്താ പറയുക. സോ ഞാൻ ആക്ച്വലി വർക്കായിട്ട് ബിസി ആയിട്ട് ഫോണിൽ ആരോടും അങ്ങനെ കോണ്ടാക്ട്. നേരിട്ട് കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. എനിക്കിഷ്ടമാണ് എല്ലാവരോടും നേരിട്ട് സംസാരിക്കുന്നത്. ബിക്കോസ് എനിക്ക് ഫോൺ ത്രൂ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ആ റിയൽ ഇമോഷൻസ് എനിക്ക് ഫീൽ ചെയ്യും. എനിക്കൊട്ടും ഫീൽ ചെയ്യണ പോലെ തോന്നില്ല. നേരിട്ടാണെങ്കിൽ നമ്മൾ ചിരിക്കണയാണോ നമ്മൾ സങ്കടമാണോ എല്ലാം നമുക്ക് കണ്ട് സംസാരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ് ചളമാക്കുന്നില്ല. സോ അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഞാൻ ഈ വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്യുകയാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. എന്തായാലും ഞാൻ ഇനി വീഡിയോസായിട്ട് വരും. സോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. സോ ഇഫ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്, എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. കാരണം എനിക്ക് വ്യൂസ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഇല്ല. സോ see you guys, bye.